ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം CSK ആണ്, സുനിൽ സാറാണ്. കീം പരീക്ഷയ്ക്ക് നന്നായി തകർത്ത് പഠിക്കുന്നില്ലേ? കഴിഞ്ഞ വർഷത്തെ 2024 കെമിസ്ട്രി 15 ക്വസ്റ്റ്യൻസും കണ്ടതല്ലേ, പഠിച്ചതല്ലേ? ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ഇന്നിതാ അതിന്റെ ബാക്കി 15 ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്ത് നോക്കിയാലോ? ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആക്കുക, ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? The bond order of oxygen molecule and its magnetic property. Bond order oxygen molecule ചോദിച്ചിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആണ്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ O ഡബിൾ ബോണ്ട് O. ബോണ്ട് ഓർഡർ ഈസ് 2. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? നൈട്രജൻ എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡർ ഈസ് 3. ബോണ്ട് ഓർഡർ ഈസ് 2. ബോണ്ട് ഓർഡർ ഈസ് 2 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2 ഉണ്ട് അല്ലെങ്കിൽ ഓപ്ഷൻ A ഉണ്ട്. പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം ഓൾ ഓഡ് ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ്, മോളിക്യൂൾസ് എല്ലാം പാരാമാഗ്നറ്റിക് ആണ്. വളരെ ശ്രദ്ധിക്കുക കേട്ടോ. പാരാമാഗ്നറ്റിക് ഓഡ് ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസുകൾ 11, 13, 15, 17, 19 അങ്ങനെ ഇലക്ട്രോൺസ് ഉള്ള എല്ലാ മോളിക്യൂൾസും കണ്ണടച്ച് പറയാൻ പാരാമാഗ്നറ്റിക് ആണ്. അപ്പൊ സംശയം തോന്നും, ഈവൺ നമ്പർ ഉള്ള ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ്, ഈവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ് ഡയാമാഗ്നറ്റിക് ആണ്. പക്ഷെ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഓൾ ഈവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എക്സെപ്റ്റ് എത്രയാണ്? 10 ഇലക്ട്രോൺസ് ഉള്ളത്, 16 ഇലക്ട്രോൺസ് ഉള്ളത്. ഈ രണ്ടെണ്ണം 10 ഇലക്ട്രോൺസ് ഉള്ള ബോറോൺ മോളിക്യൂൾ, B2 മോളിക്യൂൾ, 16 ഇലക്ട്രോൺസ് ഉള്ള ഓക്സിജൻ മോളിക്യൂൾ, അല്ലെങ്കിൽ അതിന് നൈട്രജന്റെ ഒക്കെ അയോൺസുകൾ. വളരെ ശ്രദ്ധിക്കുക, 10ഉം 16ഉം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ എന്തുവരും? ഡയാമാഗ്നറ്റിക് ആണ്. തെറ്റിക്കരുത്. അപ്പൊ പെട്ടെന്ന് പാരാമാഗ്നറ്റിക് ഡയാമാഗ്നറ്റിക് ഓഡ് ഇലക്ട്രോൺസ് ഉണ്ടോ നോക്ക്, അത് പാരാമാഗ്നറ്റിക്. ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടോ നോക്ക്, അത് ഡയാമാഗ്നറ്റിക്. എക്സെപ്റ്റ് 10ഉം 16ഉം ഉള്ള ഇലക്ട്രോൺസ് ഈസ് പാരാമാഗ്നറ്റിക്. അപ്പൊ പാരാമാഗ്നറ്റിക് ഡയാമാഗ്നറ്റിക് വളരെ പെട്ടെന്ന് ക്ലിയർ ആയി കഴിഞ്ഞു. MO തിയറി ഇത്രയേ ഉള്ളൂ. MO തിയറി therefore it is 2 and it is പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്നുള്ളതാണ് അല്ലെ? The bond order of oxygen molecule 2 ആണ്, it is diamagnetic അല്ല. ഓപ്ഷൻ ഈസ് B, it is paramagnetic. ഓക്സിജൻ molecule is paramagnetic. എവിടെയാണ് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതെന്ന് ചിലപ്പോൾ പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് വെക്കുക, it is pi star 2px and pi star 2py. ഇതും ഒന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ലാസ്റ്റ് ഇലക്ട്രോൺസ് ഉള്ളത് pi star 2px ലും pi star 2py ലാണ് ഓരോ ഇലക്ട്രോണിന്റെ. therefore this molecule is paramagnetic. Paramagnetic എന്ന് പറയുമ്പോൾ which are weakly attracted in presence of a magnetic field. Clear ആണല്ലോ? Question number 61, option is B. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ which of the following 3D elements +2 മുതൽ +7 വരെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. +2 മുതൽ +7 വരെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഓഫ് ഓക്സിജൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന എലമെന്റ്. ഷുവർ ഇറ്റ് ഈസ് മാംഗനീസ്. ഓപ്ഷൻ ഈസ് D. ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് ചോദിച്ചാലും ആൻസർ എന്ത് പറയും? ആൻസർ ഈസ് മാംഗനീസ്. ഇനി അഥവാ പരീക്ഷ ചോദിക്കട്ടെ, ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് മാത്രം ചോദിച്ചിരിക്കുന്നു. വിച്ച് വൺ ഷോസ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് ഓസ്മിയം, വിച്ച് ഷോസ് +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. റുത്തീനിയം കാണിക്കൂ കേട്ടോ. റുത്തീനിയം ഓൾസോ ഷോസ് +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബട്ട് ഓസ്മിയം ആണ് കൂടുതൽ സ്റ്റേബിൾ. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് മാംഗനീസ് ആണ്, +7. ഏറ്റവും ലാർജ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു മാംഗനീസ് ആണ്. therefore question number 62, option is D. അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. which of the following explains why dimethyl ether has lower boiling point? Ether എന്ന് പറയുമ്പോൾ dimethyl ether CH3OCH3. ഇതിന്റെ ഐസോമർ ആണ് ആൽക്കഹോൾ CH3CH2OH അല്ലെ? ഓർത്ത് വെക്കുക, ഈ ആൽക്കഹോൾസ് ആർ ഐസോമേഴ്സ് ഓഫ് ഈതർ. ആൽക്കഹോളും ഈതറും എൻറ്റയർലി ഡിഫറെന്റ് ഫങ്ഷണൽ ഐസോമർ ആണ്. ഒന്ന് ആൽക്കഹോൾ, ഒന്ന് സെയിം മോളിക്കുലാർ ഫോർമുലയാണ് അല്ലെ? C2
H6O, C2H6, same molecular form. One is an ether, the one is an alcohol. ഏതിനാണ് ഹയർ ബോയിലിംഗ് പോയിന്റ് വരിക? ഉറപ്പായിട്ടും ആൽക്കഹോളിനാണ് ഹയർ ബോയിലിംഗ് പോയിന്റ് വരിക. ഈതറിനേക്കാളും ബോയിലിംഗ് പോയിന്റ് ഈസ് ഹയർ ഫോർ സെയിം മോളാർ മാസ് ആണ്. എന്നിട്ട് പോലും ആൽക്കഹോൾ ഹയർ ബോയിലിംഗ് പോയിന്റ് വരാൻ ഉറപ്പായിട്ടും ഇറ്റ് ഈസ് ഡ്യൂ ടു ഹിസ് ഹൈഡ്രജൻ ബോണ്ടിങ്. Which of the following diamond is lower boiling than isomeric compound alcohol? Answer is option is E. Alcohol has got hydrogen bonding. Okay, le. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ which laminar element has half-filled 4f orbitals in its +3 oxidation state? Lanthanoids in the common oxidation state is +3. അപൂർവം കേസിൽ +2 +4 കാണിക്കുന്നുണ്ട്, സീരിയം +4 കാണിക്കുന്നുണ്ട്, യൂറോപ്യം +2 കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹാഫിൽ 4f +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതിന്റെ ചിലപ്പോ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരാം. ഫസ്റ്റ് എലമെന്റ് ഓഫ് ലാമിനോയിഡ് ഈ സീരിയം ആണ്. അതിന്റെ ഔട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 4f1 5d1 6s2. This is the outer electronic general configuration of cerium. സീരിയം, പ്രാസിയോഡൈമിയം, നിയോഡൈമിയം അങ്ങനെ പോകുന്നു. അവസാനം പിന്നെ ഗഡോലീനിയം, ഇതിന്റെ ഇടയിൽ വരുന്ന ഗഡോലീനിയം വരുമ്പോ ഇലക്ട്രോണിക് ഔട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4f7 5d1 6s2. ഗഡോലീനിയം കഴിഞ്ഞിട്ട് വരുന്നതാണ് ടെർബിയം. ടെർബിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 4f7 8 4f9 വരും, 4f9 6s2. And the last element cerium to lutetium ആണ്. Lutetium, the last element in the lutetium, the electronic configuration is 4f14 5d1 6s2. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കേട്ടോ. ഒരു പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എഴുതാം. ആദ്യത്തെ എലമെന്റ് സീരിയത്തിന് മാത്രമാണ് 5d ഒരു ഇലക്ട്രോൺ ഉള്ളത്. പിന്നെ 5d ഇലക്ട്രോൺ മിഡിൽ എലമെന്റ് ആയിട്ടുള്ള ഗഡോലീനിയത്തിന് 5d ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ ലാസ്റ്റ് എലമെന്റ് ലുട്ടീഷ്യത്തിനും 5d ഇലക്ട്രോൺ ഉണ്ട്. ബാക്കി ഇടയിൽ വരുന്ന ഒരൊറ്റ എലമെന്റ്സിലും 5d ഇലക്ട്രോൺസേ ഇല്ല. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 5d ഇലക്ട്രോൺസ് ഉള്ളത് ആകെ സീരിയം, ഗഡോലീനിയം ആൻഡ് ലുട്ടീഷ്യം ആണുള്ളത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് ഒരു ഐഡിയ ഉള്ളത് നല്ലതാണ്. ഇനി ചോദിച്ചിട്ടുള്ളത് which are 4 as half-filled 4 +3 oxidation state. +3 oxidation state നോക്കിയാൽ സീരിയം +3 എന്ന് പറയുമ്പോൾ 4f1 വരും ഇല്ലേ? ഇവിടെ +3 4f14 വരും. ഗഡോലീനിയം 4f3 എന്ന് പറയുമ്പോൾ 4f7. ഗഡോലീനിയം in its +3 oxidation state it is 4f7 half filled. 7 ഓർബിറ്റിലാണുള്ളത്. ആ 7 ഓർബിറ്റിലും ആ 7 ഇലക്ട്രോൺസ് ഉണ്ട്. it is half filled ആണ്. ക്ലിയർ അല്ലേ? Therefore, which laminar element? അപ്പൊ ആദ്യത്തെ എലമെന്റ് ആയിട്ടുള്ള സീരിയം നമ്മൾ നോക്കണ്ട, ലാസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള ലുട്ടീഷ്യം നമ്മൾ നോക്കണ്ട. ലന്താനം ഈസ് നോട്ട് എ എന്ത് എലമെന്റ്? ലാമിനോയിഡ് അല്ല, ഇറ്റ് ഈസ് എ ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. പിന്നെ നമുക്ക് സംശയമുള്ളത് ഗഡോലീനിയം ടെർബിയാണ്. ഗഡോലീനിയം കഴിഞ്ഞാലാണ് ടെർബിയം വരിക. The answer is option is B is ഗഡോലീനിയം. ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സിലെ ലാമിനോയിഡ്സിലെ ചില എലമെന്റ്സ് പ്രത്യേകിച്ചൊന്നും ഇല്ല. ആദ്യത്തെ സീരിയം ചിലപ്പോൾ ചോദിക്കും, യൂറോപ്യൻ ചോദിക്കും, ഗഡോലീനിയം ചോദിക്കും, ടെർബിയം ചോദിക്കും. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെറിയതായിട്ടൊന്ന് ശ്രദ്ധിച്ചു പോകുക കേട്ടോ. ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Therefore, here the question option is B. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങല്ലേ. The IUP is the name of the coordination compound CONH3 4 times H2O Cl Cl2 അല്ലേ? വളരെ ഈസി. ഓപ്ഷൻസ് ഉള്ളിടത്തോളം IUPC നെയിമിംഗ് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാറാ. എന്തിന് എത്ര ബുദ്ധിമുട്ടുള്ളത്? ആദ്യം വരുന്ന അമോണിയ 4 ഉണ്ട്. അപ്പൊ ടെട്രാ എക്വ അല്ല ടെട്രാമീൻ ആണ്. അമോണിയ ടെട്രാമീൻ ഉള്ളത് 1 2 3 ഓപ്ഷൻസ് ടെട്രാമീൻ. പിന്നെ ഒരു വാട്ടർ മോളിക്യൂൾ ഇസ് നെയിംഡ് ആസ് എക്വ. പിന്നെ ക്ലോറോ ടെട്രാ അമീൻ എക്വ ക്ലോറിഡോ ടെട്രാ അമീൻ എക്വ ക്ലോറിഡോ. ആദ്യത്തേല് തന്നെ കിട്ടി. ഓപ്ഷൻ ഈസ് എ. ഓക്സിജൻ സ്റ്റേറ്റ് കൂടി നോക്കണ്ട, അതിനൊക്കെ മുന്നേ ഓപ്ഷൻസ് ആണ്. ടെട്രാ അമീൻ എക്വ ക്ലോറിഡോ. കൊബാൾട്ടിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നോക്കിയാൽ കൊബാൾട്ട് CO NH3 ഈസ് എ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 0 ആണ്. വാട്ടർ ഈസ് എ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 0 ആണ്. Cl ഈസ് മൈനസ് ആണ്, നെഗറ്റീവ് ലിഗാൻഡ് ആണ്. 2 ക്ലോറിൻ പുറത്തുണ്ട്. അവൾ 2 നെഗറ്റീവ് ചാർജ് 2 മൈനസ് ഉണ്ട്. Therefore, cobalt is in +3 oxidation state. Option is A, tetramine, aqua, chlorido, cobalt 3 chloride.
ഓപ്ഷൻസ് ഉള്ളിടത്തോളം ഉറപ്പായിട്ട് എഴുതാണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ IUPAC നെയിമിംഗ് ഓർഗാനിക് ചോദിച്ചാലും ശരി, നമ്മുടെ കോർഡിനേഷൻ കോമേഴ്സ് ചോദിച്ചാലും ശരി. അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങട്ടെ, ലിന്നാസ് കാറ്റലിസ്റ്റ് എന്താ? പലേഡിയം, പലഡൈസ്ഡ് കാർബൺ ഇൻ സപ്പോർട്ട് ഓഫ് ക്വിനോളിൻ, ക്വിനോളിന്റെ കൂടെ പലഡൈസ്ഡ് കാർബൺ അല്ലെങ്കിൽ ബേരിയം സൾഫേറ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചതാണ് CH3, C triple bond CH3 when it is hydrogenated in presence of pelletized carbon supported over quinoline. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? we call it as Lin-Las catalyst. Lin-Las catalyst ഏതാ പ്രൊഡക്റ്റ് വരാം? സാധാരണ ഒരു ആൽക്കൈനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. വെറും പലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം അല്ലെങ്കിൽ നിക്കൽ കാറ്റലിസ്റ്റ് വരുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എന്തായിട്ട് വരും? ആൽക്കൈൻ ആയിട്ട് വരിക. എനിക്ക് ഈ പ്രൊഡക്റ്റിനെ ആൽക്കീൻ ആയിട്ട് പ്രവേശം അവിടെ വെച്ച് തടഞ്ഞു നിർത്തണം. എന്തുവരും? ഇവിടെ ഈ ലിന്നാസ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഈസ് ആൻ ആൽക്കീൻ. അത് ഏത് ആൽക്കീനാ? ഇറ്റ് ഈസ് എ സിസ് പ്രൊഡക്റ്റ് ആണ് വരിക. സിസ് ആൻഡ് ട്രാൻസ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. That is when 2-butene when it is hydrogenated in presence of Lin-Las catalyst, the product obtained is cis. അപ്പൊ ഇതിൽ ആൾക്ക് കണ്ണടച്ച് പറയാൻ പറ്റും ലിന്നാസ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഈസ് ഇ. ഓപ്ഷൻ ഈസ് ഇ. ഇനി ഇതിന് ട്രാൻസ് കിട്ടണം നോക്കൂ. എനിക്ക് CH3 ഓപ്പോസിറ്റ് പൊസിഷനിൽ വരണം. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. The obtained is trans. ട്രാൻസ് ഇത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? That is Birch reduction. Birch reduction, sodium in presence of liquid ammonia. ഇതിലേക്ക് sodium presence of liquid ammonia, the product obtained is trans. If it is Lin-Las catalyst, the product obtained is cis. രണ്ടൊന്നും ഓർത്തു വയ്ക്കുക കേട്ടോ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങട്ടെ, the alkene that acts with optical isomerism. എന്റെ മക്കളെ, ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കുന്ന ഒരു കൈറാൾ കാർബണേറ്റ് ആണ്. കൈറാൾ കാർബൺ വെച്ച് 4 ഡിഫറെന്റ് ആറ്റത്തിനോട് അറ്റാച്ച് ഒരു അസിമെട്രിക് കാർബണേറ്റ് ഉണ്ടാവാം. അസിമെട്രിക് കാർബണേറ്റ് വാഴ്ത്തു നോക്കിയാൽ 2-methyl 2-pentene നോക്കണം. 2ന്റെ അവിടെ മീത്തൈൽ ഗ്രൂപ്പ്, ഇവിടെ തന്നെയാണ് ഡബിൾ ബോണ്ട്. നോക്കേണ്ട കാര്യമില്ല. 2-methyl 2-pentene 1 2 3. ഏതെങ്കിലും അസിമെട്രിക് കാർബണേറ്റ് ഉണ്ടോ? 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. Therefore it does not show optical isomerism. രണ്ടാമത്തത് 3-methyl 2-pentene. 3-methyl 2-pentene നോക്കണോ? നോക്കേണ്ടതിന്റെ കാര്യമില്ല, കണ്ണടച്ച് പറയാൻ പറ്റൂല്ലേ? 3-methyl 2-pentene. There are no asymmetric carbon atom. ഇല്ല. It does not show optical isomerism. 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അസിമെട്രിക് സെന്റർ ഉണ്ടോ? ഇല്ല. മൂന്നാമത് നോക്കിയാൽ 3-methyl 1-pentene. 3-methyl 1-pentene ആണ് അല്ലേ? 3-methyl 1-pentene. 3-methyl 1 2 3 4 5. ഒന്ന് നോക്കിയടാ മക്കളെ, ഇതിൽ ഏതെങ്കിലും അസിമെട്രിക് കാർബണേറ്റ് ഉണ്ടോ? 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കാർബണേറ്റ് ഉണ്ടോ? നോക്കിയേ, CH2 ഡബിൾ ബോണ്ട് CH. ഈ കാർബണേറ്റ് നോക്കിയാൽ ദിസ് കാർബണേറ്റ് ഇവിടെ ഈ എന്ന് വരുന്നു CH2 ഡബിൾ ബോണ്ട് CH. ഈ ഗ്രൂപ്പ് വന്നു, ഇവിടെ ഒരു മീത്തൈൽ ഗ്രൂപ്പ് വന്നു, ഇവിടെ ഒരു ഈത്തൈൽ ഗ്രൂപ്പ് വന്നു, പിന്നെ വേറൊരു ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച്. 4 ഡിഫറെന്റ് ആറ്റംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. Therefore this has got an asymmetric center. ഇത് ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. കണ്ണടച്ച് പറയാൻ പറ്റും. That acts with optical isomerism. Option is C. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് പറ്റി ചോദ്യങ്ങൾ വരാട്ടോ. ചിലപ്പോൾ നമ്പർ ഓഫ് ചെയിൻ ഐസോമേഴ്സ് ചിലപ്പോൾ ചോദിക്കാം, നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following cannot be prepared by the reduction of a ketone or an aldehyde? ഒരു ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? ആൽക്കഹോളാണ്. പ്രൈമറി ആൽക്കഹോൾ. We get a primary alcohol. Ketone on reduction gives a secondary alcohol.
ചോദ്യം, which of the following cannot be prepared by the reduction of an aldehyde or which either a ketone or an aldehyde with sodium borohydride. Sodium borohydride ഉപയോഗിച്ച് reducing agent, നമുക്ക് ഒരു reducing agent വരുന്നെങ്കിൽ ഒരു ആൽഡിഹൈഡോ ഒരു കീറ്റോണോ ആവണം. അപ്പോഴാണ് ഒരു ആൽഡിഹൈഡ് കിട്ടി കഴിഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും, പിന്നീട് ഒരു സെക്കൻഡറി ആൽക്കഹോൾ. ഒരു ടെർഷറി ആൽക്കഹോൾ കിട്ടുമോ? ആൽഡിഹൈഡോ കീറ്റോണോ ഏതെങ്കിലും വെച്ച് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് റെഡ്യൂസ് ടെർഷറി ആൽക്കഹോൾ ഒരിക്കലും കിട്ടില്ല. അപ്പൊ ചോദ്യം, ഇതിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇതിൽ ആരാണ് ടെർഷറി ആൽക്കഹോൾ? ഒറ്റ കാര്യമുള്ളൂ, ടെർഷറി ആൽക്കഹോൾ cannot be obtained. ടെർഷറി ആൽക്കഹോൾ നമുക്ക് കിട്ടില്ല. പ്രൈമറി ആൽക്കഹോൾ കിട്ടും, സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും, ടെർഷറി ആൽക്കഹോൾ ആൽഡിഹൈഡിനോ കീറ്റോൺ റെഡ്യൂസ് ചെയ്താൽ കിട്ടില്ല. അപ്പൊ ഒരൊറ്റ ചോദ്യമുള്ളൂ, ഇതില് ആരാണ് ടെർഷറി ആൽക്കഹോൾ? അത് മാത്രം നോക്കിയാൽ പോരെ. ഇതിൽ ആരാണ് ടെർഷറി? 2-ബ്യൂട്ടനോൾ ആണോ? 2-methyl 2-propanol, 2-methyl 2-propanol. അയലോ 1, 2, 3 അല്ലെ? 2-methyl propan 2-ol. This one is a tertiary alcohol. ആ സ്ഥാനത്ത് 2-methyl 1-propanol വരും ഇല്ലേ? 2-methyl 1-propanol 1, 2, 3. ഇതിന്റെ ആൽഡിഹൈഡ് വെച്ച് ഇത് റെഡ്യൂസ് ചെയ്ത് കിട്ടും. ഇത് പ്രൈമറി ആൽക്കഹോൾ ആണ്. ദിസ് വൺ ഈസ് എ ടെർഷറി ആൽക്കഹോൾ ആണ്. അപ്പൊ ഇതിൽ ആരാണ് ടെർഷറി ആൽക്കഹോൾ എന്ന് മാത്രമേ നോക്കണ്ടൂ. ടെർഷറി ആൽക്കഹോൾ ഈസ് 2-methyl 2-propanol. ക്വസ്റ്റ്യൻ നമ്പർ 68. ഓപ്ഷൻ ഈസ് ബി. ഓപ്ഷൻ ഈസ് ബി. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഏതാണ് ചോദിക്കുന്നത് നോക്കുക. അപ്പോൾ ഓപ്ഷൻസ് വളരെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. The following reactions വളരെ simple ആണ്. Alkyl halide, that is metal fluorides such as silver fluoride അല്ലെ, or antimony fluoride or cobalt fluoride. ഏതെങ്കിലും മെറ്റൽ ഫ്ലൂറൈഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we get the respective fluorides prepare ചെയ്യാൻ പറ്റും. The respective fluorides is prepared. The name of the reaction is Schwarz reaction. എല്ലാവർക്കും അറിയാവുന്നതാണ്. The name of the reaction is Schwarz reaction. ഇതിന്റെ കൂടെ തന്നെ ടെസ്റ്റ് ബുക്കിൽ നമ്മുടെ ഫിൻകെൽസ്റ്റീൻ റിയാക്ഷൻ വരുന്നുണ്ട്. ഫിൻകെൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ദ പ്രിപ്പറേഷൻ ഓഫ് അയോഡൈഡ് പ്രിപ്പയർ ചെയ്യുന്നു, ക്ലോറൈഡിൽ നിന്നും ബ്രോമൈഡിൽ നിന്നും when treated with sodium iodide in presence of dry acetone. The product obtained is the corresponding iodide. അത് ഫിൻകെൽസ്റ്റീൻ റിയാക്ഷൻ. This one is Schwarz reaction. ഓപ്ഷൻ ഇ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. Which is incorrect statement regarding 1-phenyl ethanol? ethanol നോക്കിയേ, CH3 CH2 OH ആണ് ethanol. 1, 2. അപ്പോൾ 1-phenyl ethanol എന്ന് പറയുമ്പോൾ എന്ത് വേണം? ഫസ്റ്റ് പൊസിഷനിൽ ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് വേണം ഒരു ഫിനൈൽ ഗ്രൂപ്പ് ഇത് അറ്റാച്ച് ചെയ്യണം. ഇതാണ് 1-phenyl ethanol. It is a primary alcohol. OH group attached to carbon is at 2 different carbon. Therefore, this one is a secondary alcohol. There is secondary alcohol. First option is the answer. Option is A. ആദ്യത്തെ ഓപ്ഷൻ വായിച്ച ആൻസർ കിട്ടി കഴിഞ്ഞു. Aromatic alcohol ആണ്. It forms ketone. അല്ലെ, secondary alcohol. Oxidation ഇപ്പൊ തന്നെ പറഞ്ഞു. Oxidation gives a ketone. It is optically active ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ OH ഗ്രൂപ്പ്, ഇവിടെ മീഥൈൽ, ഇവിടെ ഫിനൈൽ ഗ്രൂപ്പ്, 4 ഡിഫറെന്റ് ആറ്റംസ് അറ്റാച്ച് കാർബൺ ആറ്റം, ഒരു കൈറാൾ കാർബൺ ഉണ്ട്, അസിമെട്രിക് സെന്റർ ഉണ്ട്. Therefore, this one is optically active. ഒരു alcohol when it is treated with metallic sodium liberates hydrogen. Therefore, all the other options are correct. The wrong option is 70. Option is A. അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. In Dumas method of nitrogen estimation, ഈ പ്യൂരിഫിക്കേഷനിൽ നിന്ന് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ വരാറ്, ഒരു ക്വസ്റ്റ്യൻ വരും. ആ പ്യൂരിഫിക്കേഷൻ, ആ ഭാഗങ്ങളും കൂടെ, നൈട്രജനും സൾഫറും ഹാലജൻസും അതിന്റെ എസ്റ്റിമേഷനും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനെ വരാൻ സാധ്യതയുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. Dumas method of nitrogen estimation. 0.14 gram of organic compound. നമുക്കറിയാം, we know that 1 mole of nitrogen, 1 mole of nitrogen 28 gram of nitrogen ആണ്, 28 gram of nitrogen. It occupies a volume of എത്ര വരും? 22,400 ml at STP. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 1 mole of any gas occupies 22.4 liters at STP. നമ്മളോട് ചോദിച്ചുള്ളത് അങ്ങനെയാണ് 22.4 ml ഉള്ളൂ. 22.4 ml എത്ര ഗ്രാം ആണെന്ന് കണ്ടുപിടിച്ചുകൂടെ? എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 22.4 into 28 divided by 22,400.
അപ്പോൾ വെയിറ്റ് ഓഫ് നൈട്രജൻ നമ്മളോട് ചോദിച്ചുള്ളത് വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് നൈട്രജൻ ആണ്. പെർസെന്റേജ് ഓഫ് നൈട്രജൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡിവൈഡഡ് ബൈ W, the weight of organic compound. W എത്ര weight? 0.14 is the weight of organic compound. ഇതാണ് കേട്ടോ W. അപ്പോൾ ചെയ്യേണ്ടത് 22.4 ജസ്റ്റ് ഇങ്ങനെ എഴുതുക, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അടിയിൽ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എഴുതുക, ഈ പെർസെന്റേജ് ആണ് ഇൻറ്റു 100. ഇതായിരിക്കും ആൻസർ വരിക. ഇത്രേ ചെയ്യണ്ടു. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലേ? 22.4 നോക്കിയാൽ ചെയ്ത് നോക്കൂ. 22.4 ഇവിടെ ഒരു കുത്തിട്ടു 1 2 3 ഇൻറ്റു 10⁻³ ചെയ്ത് കൂടെ? ശരിയല്ലേ? 10⁻³ അപ്പൊ ഈ 22.4ഉം 22.4ഉം ക്യാൻസൽ ചെയ്തു അല്ലെ? 40.4 ഇൻറ്റു അപ്പൊ 28 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 0.4 ഇൻറ്റു 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ഇൻറ്റു 10 അല്ലെ? ശരിയല്ലേ? 14 ഇൻറ്റു 10. അപ്പൊ ഇത് ഇവിടെ പോയി എന്ത് വരും? 2 വരും. ഇത് ഇവിടെ വരും. ആൻസർ ഈസ് ഈക്വൽ ടു 20. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്ന് എഴുതിയ എത്ര ml ഓഫ് 1 mole ഓഫ് ഗ്യാസ് എത്ര വോളിയം ഓക്യുപ്പൈ ചെയ്യുന്നു എന്നിട്ട് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിവൈഡഡ് ബൈ ദ വെയിറ്റ് ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. ക്ലിയർ ആവുന്നില്ലേ? ഇവിടെ കുത്തിട്ടു കേട്ടോ, ഒന്ന് ചെയ്ത് പഠിക്കുക. ഓപ്ഷൻ ഏത് വരും? ആൻസർ ഈസ് 20%. ഓപ്ഷൻ ഈസ് ഡി. Option is D. Dumas method. ഓർത്ത് വയ്ക്കും, Dumas method of estimation of nitrogen. Nitrogen is estimated as nitrogen gas itself. Nitrogen gas ആയിട്ടാണ് Dumas method എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. Geldas മെത്തേഡിന്റെ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ആണെങ്കിൽ nitrogen is estimated as ammonia. ഓർത്ത് വയ്ക്കുക കേട്ടോ, Geldas മെത്തേഡിൽ nitrogen is estimated as ammonia. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നേ. Which of the following base is not present in RNA? DNA and RNA. ഏതൊക്കെയാണുള്ളത്? അഡെനീൻ, ഗുവാനിൻ, തൈമീൻ ആൻഡ് സൈറ്റോസിൻ അല്ലെ? ആർഎൻഎയില് അഡെനീൻ, ഗുവാനിൻ, ഇൻസ്റ്റെഡ് ഓഫ് തൈമീൻ വരെ അവിടെ ആരാ? It is uracil and cytosine. ഒറ്റ എണ്ണത്തിന്റെ വ്യത്യാസം, തൈമീന് പകരം ആർഎൻഎയിൽ യുറാസിൽ ആണ്. Which of the following base is not present in RNA? RNA പ്രസന്റ് ചെയ്യാത്ത തൈമീൻ ഇല്ല. ഓപ്ഷൻ ഈസ് സി. ഓപ്ഷൻ ഈസ് സി. അഡെനീൻ, ഗുവാനിൻ, തൈമീൻ ഇല്ല, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഈസ് സി. അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. Which of the following carboxylic acid highest pKa value? pKa എന്ന് പറഞ്ഞാൽ pKa is equal to minus log K. K എന്ന് പറയുമ്പോൾ ionization constant of acid. Higher the value of K, higher the value of K. Value of K. K എന്ന് പറയുമ്പോൾ ionization constant കൂടാ. Lower will be the value. Lower will be the value of pKa. pKa യുടെ വാല്യൂ അത്ര കണ്ട് കുറയും. pK യുടെ വാല്യൂ എത്ര കൊണ്ട് കുറയാ? K യുടെ വാല്യൂ കൂടാന്ന് പറയുമ്പോൾ lower will be the P, stronger will be the acid. Stronger will be the acid. ഓർത്ത് വയ്ക്കുക കേട്ടോ, pK യുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് വളരെ സ്ട്രോങ് ആവും. നമ്മൾ ചോദിച്ചുള്ളത് ഹൈയസ്റ്റ് pKa. ഹൈയസ്റ്റ് pKa എന്ന് പറയുന്ന ചോദ്യം എന്താണ്? Which one is the weakest acid? ഏതാണ് weakest acid? Ethanoic acid, dichloroethanoic acid, chloroethanoic acid, trifluorofluoroethanoic acid. Ethanoic acid is CH3COOH ആണ് അല്ലേ? COOH ആണ്. ഇതിന് H+ പോകുന്നു. Dichloroethanoic acid എന്ന് പറയുമ്പോൾ ഒരു ക്ലോറിൻ വന്നു. ഇതാണ് dichloroethanoic acid. ഒന്ന് നോക്കിയേ. Due to strong minus I effect ഉണ്ട്. Strong minus ഇലക്ട്രോണെ വിത്ഡ്രോ ചെയ്യുന്നു. OH ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇത് ക്ലോറിൻ വരിക, ഫ്ലൂറിൻ വരിക, മൈനസ് ഐ ഇഫക്ട് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നു. അവ ഇലക്ട്രോണിനെ വിത്ഡ്രോ ചെയ്യും. OH ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും, H+നെ റിലീസ് ചെയ്യും. അപ്പൊ ഇതിൽ ഏറ്റവും വീക്കസ്റ്റ് ആസിഡ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഈസ് എ. ഓപ്ഷൻ ഈസ് എ. ക്ലിയർ ആവുന്നുണ്ടോ? വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് അസിഡിറ്റി എന്ന കാര്യം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ ഈസ് സ്ട്രോങ് മൈനസ് ഐ ഇഫക്റ്റ് ആണ്. അപ്പൊ ഈ ആണ് ഏറ്റവും സ്ട്രോങ്ങർ ആസിഡ്, ട്രൈഫ്ലൂറോ. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? ഡൈക്ലോറോ ഓപ്ഷൻ ഡി വരും അല്ലെ? അത് കഴിഞ്ഞിട്ട് എന്ത് വരും? പിന്നെ ഫ്ലൂറോ, പിന്നെ സി വരും.
പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് വരും? ബി വരും, ക്ലോറോ എത്തനോയിക് ആസിഡ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇ. ഈസ് ദ ഓർഡർ ഓഫ് ആസിഡിറ്റി മൈനസ് ഐ ഇഫക്റ്റിനെ വെച്ച് വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. What is the total number of sigma bonds in the following compounds? Number of sigma bonds. നേരെ കയറി കാർബൺ കാർബൺ സിഗ്മയിലാട്ടോ, ഇതെല്ലാം സിഗ്മയാണ്. കാർബൺ ഹൈഡ്രജൻ ഉള്ളതും സിഗ്മയാണ്, തെറ്റിക്കരുത്. നേരെ ചാടിക്കേറി ആൻസർ പറയരുത്. സി എച്ച് ഡബിൾ ബോണ്ട് സി, ഡബിൾ ബോണ്ട് സി എച്ച്, സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച്, ഇതെല്ലാം സിഗ്മ ബോണ്ടാണ്. ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഒരെണ്ണം സിഗ്മയും ബാക്കിയുള്ള എന്താ? 2 പൈ ആണ്. ഒരെണ്ണം മാത്രമാണ് സിഗ്മ ബോണ്ട് ഉള്ളത്. പിന്നെ സിഗ്മ സിഗ്മ വരയ്ക്കണ്ടല്ലോ, അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് പറഞ്ഞേ, എത്ര സിഗ്മ ബോണ്ട് ഉണ്ടാവും? 3, 4, 5, 6, 7, 8, 9, 10, 11. There will be 11 sigma bonds. Option is B. Option is B. Just count the number of sigma bonds. അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. Celiacis disease and digestive disorders is caused by the deficiency of biomolecules. Vitamin, fat soluble vitamins and water soluble vitamins ഉണ്ട്. Fat soluble vitamins ആണ് A, D, E and K. Water soluble vitamins ആണ് B യും C യും. ഇതിൽ ആരാണ് Celiacis? ഫുൾ ഫിഷർ, ചുണ്ടിന്റെ അവിടെയൊക്കെ വിണ്ട് കീറുക, അങ്ങനത്തെ ഒരു ഡിസീസ് വരുന്നത്, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് വരുന്നത് ഏതായിരിക്കും? Digestive disorders is caused by option is D. Ascorbic acid ഏതാ? Ascorbic acid is vitamin C. Vitamin C, which causes the disease scurvy. അല്ലേ? Thiamine is vitamin B1. Cyanocobalamin is vitamin cyanocobalamin. ഏതാണ്? Vitamin B12. Vitamin B12. Riboflavin, vitamin B2 and pyridoxine, vitamin B6. അപ്പോൾ riboflavin is vitamin B2 and pyridoxine is vitamin B6, which causes convulsions. അപ്പോൾ ആ വൈറ്റമിൻസും അതിന്റെ ഡിസീസസും അതൊന്നും ഓർത്തു വെക്കുക കേട്ടോ, അതിന്റെ പേരുകളും. അപ്പോൾ ഒന്ന് ഓർത്തു വെക്കുക, digestive disorder is caused by, that is vitamin B2, which we call it as riboflavin. Option is D. Okay, വളരെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് കീം പരീക്ഷ വളരെ നന്നായിട്ട് എഴുതുക, തകർത്ത് ജീവിതത്തിൽ മുന്നേറുക. കാണാം അടുത്ത വീഡിയോയിൽ. See you later. Bye.